അവർക്കൊക്കെ ഒരു വിചാരണ്ടേ, ഇപ്പോഴും അവരെ നമ്പിയിട്ടാണ് നമ്മൾ ജീവിക്കണെന്ന്. നമ്മുടെ സഹായം അങ്ങോട്ട് ഇല്ലാണ്ടാകുമ്പോഴേ അവരങ്ങോട്ട് പഠിച്ചോളും. എല്ലാത്തിനും എഴുതരം കൊടുത്തിട്ടാണ് ഏറെ. ഇതൊക്കെ ഇപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യമില്ലല്ലോ. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. ഇതെന്താ, മുട്ട ഉണ്ടാക്കാനാ? മുട്ട ഉണ്ടാക്കാൻ. ഞാനേ നമ്മുടെ പണ്ടത്തെ കാലം ആലോചിക്കുക ചേച്ചിയെ. ചേച്ചി കല്യാണം കഴിച്ചിട്ട് പോകുന്ന സമയത്ത് ഞാൻ അമ്മയോടെ ഒറ്റയ്ക്കായിരുന്നില്ല. അപ്പം തന്നെ ഞാൻ ഒറ്റപ്പെട്ട പോലെയാ. അമ്മയും കൂടി മരിച്ചപ്പോഴാണ് അതിൻ്റെ വിഷമം ശരിക്കും മനസ്സിലായത്. അന്ന് അളിയനും ചേച്ചിയും വന്ന് വിളിച്ചതല്ലേ. പക്ഷെ വീട് പൂട്ടിയിട്ട് വരണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ തന്നെ നിന്നത്. ഒരു ദിവസം ചേച്ചിയും അളിയനും കൂടിയിട്ട് വീട്ടിലേക്ക് വന്ന് ഓർമ്മണ്ട. പിന്നെ അന്ന് സന്തോഷത്തിൽ അളിയൻ എന്താ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് കൈ ഓടണില്ല, കാല് ഓടണില്ല. അവസാനം മോശമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു വേണ്ടാക്കൽ ഉണ്ടാക്കി. പക്ഷെ ചേച്ചിക്ക് എന്നോടൊരു സ്നേഹമില്ല കേട്ടാ. ആദ്യത്തെ ഉരുള വായല വെച്ച കഴിക്കുന്ന ചേച്ചി തുപ്പി. പാവ അളിയൻ എന്നെ പണക്കണ്ടെന്ന് കരുതിയിട്ട് എന്ത് ടേസ്റ്റാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് വാരി വലിച്ച് കഴിച്ച് പുറത്തു പോയിട്ട് മനം പരട്ടിയിട്ട് ഇങ്ങനെ ഒക്കാനിക്കാൻ വരുമ്പോ കണ്ടപ്പോ സങ്കടമായിരിക്കും. അല്ല ഞാനതല്ല, ചേച്ചി ഒറ്റയ്ക്കല്ലോ, ചേച്ചിക്ക് എന്തേലും വന്നാ ഞാനുണ്ട്. പക്ഷെ എനിക്കെന്തേലും വന്നാലോ എന്ന് ആലോചിച്ചപ്പോ അങ്ങനെ ഒരു വിഷമം. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നിനക്ക് ഞാനുണ്ട്, നീ അത് വിഷമിക്കണ്ട. അരി ഞാനിട്ടാലോ? അരി എടുത്തില്ല അങ്ങോട്ട്. ഗ്ലാസ് അല്ല, ഈ അരി എത്ര ഗ്ലാസ് ഇടണം? അരി ഒരു 2 ഗ്ലാസ് ഇട്ടാ നമുക്ക് വൈകിട്ടും കൂടെ എടുക്കാമല്ലോ. എന്നാ ഞാൻ അരി കഴുകിടാ ചേച്ചി. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഈ പടവലങ്ങി പയറും കൂടിയിട്ട് ഒരു കറി വെക്കാം കേട്ടോ. ഇത് റെഡിയാക്കി. വേണ്ടടാ, അതൊന്നും വേണ്ട നമുക്ക്. അല്ല, അത് ഉണ്ടാക്കാം നമുക്ക്. എന്നാ ശരി, അരി കഴിപ്പിടുന്നു. ഞാൻ അരി കഴുകിട്ടോളാം, ചേച്ചി റെഡി ആയിക്കോ. ഞാനിന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാം. പെട്ടെന്ന് വാ. ഗ്ലാസ് എവിടെ ആണെങ്കിലും കൊണ്ടുവരും. കുപ്പി എവിടുന്ന സംഘടിച്ചപ്പോ ഒന്നും നോക്കണ്ട. അമ്മാവനായിട്ട് അറിയില്ല. കളയുന്നമ്മാവ. അതെ, ടച്ചിങ്സ് ഒന്നുമില്ലേ? ഞാൻ അമ്മാവൻ്റെ ടച്ചിങ്സ് ഒന്നുമില്ല. അതെ, ഞാനൊരു കാര്യം ചോദിക്കില്ല. അമ്മാവന് ഇവിടെ വന്നത് ഇത് സോൾവ് ചെയ്യാനല്ലേ? അമ്മയുടെ കൂടെ അവിടെ ഇറങ്ങിയത് ഞങ്ങളെ ചീത്ത പറഞ്ഞതിനാ? ഏട്ടാ, അത് കാര്യം എങ്ങനെയല്ലേ? ചേച്ചി ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അന്നാ പോയിക്കോന്നാ പറയാ, പൂവല്ലേ എന്ന് പറയണ്ടേ? അപ്പം എനിക്ക് പിന്നെ ചേച്ചിയുടെ കൂടെ നിൽക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞേ. അമ്മാവന് വേറൊരു കുഴപ്പമുണ്ട്. അമ്മാവന് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയ്ക്കനുസരിച്ച് പറയും, ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്കനുസരിച്ചും പറയും. ആ പരിപാടി ശരിയാവില്ല. 2 തോണിയിൽ കാലിടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് പറ്റില്ല. എൻ്റെ കനക, ഒരു മനുഷ്യന് 2 കണ്ണില്ലേ? ഇതിലേത് കണ്ണാ നിനക്ക് വലുത്? 2 കണ്ണ് ഒരുപോലെയല്ലേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഒരു കണ്ണിൽ ഇപ്പം തിമിരം സംഭവിച്ചാൽ നമ്മൾ അത് നീക്കി കളയണ്ടേ? അപ്പോൾ അത് പറഞ്ഞ അതിൻ്റെ രീതിയിൽ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിൽ ഏത് കണ്ണിനാ തിമിരം അറിയണ്ടേ? നല്ല ഇപ്പോൾ നേരാക്കുക. എന്താ വേണ്ട പോലെ ഞാൻ ഈ ഗ്ലാസ് ഞങ്ങൾ കഴിച്ചു. കാര്യങ്ങളൊക്കെ ഓർമ്മ. ഓക്കെ, ഇത് വെള്ളം കിട്ടാതെ കിടന്ന മനുഷ്യനാണ്. അതെ, ഒരെണ്ണം ഒഴിക്കണില്ല. ഇത് ഒഴിക്കണ്ട. എല്ലാവരും കൂടെ കള്ളുപിടിച്ച് കഴിഞ്ഞ് ആ കാലം പകനക്കുന്നുണ്ട്. അമ്മയുടെ എന്തൊക്കെ തീരുമാനം ഔട്ടാ കഴിഞ്ഞിട്ട് നമുക്ക് വേണം നോക്കാം. അല്ല, എന്നാലും ഒരു ചെറുത് ഒന്നും വേണ്ട. ഒരു ഉറുമ്പ് അടിക്കാനുള്ള ചെറിയ തൊട്ടുമില്ല. ഇതിനൊരു തീരുമാനം ഔട്ട് എന്നിട്ട് മതി. Alien versus Alien.